എത്ര പെട്ടെന്നാലേ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ 8ാമത്തെ ദിവസമായത്. തുടങ്ങണം തുടങ്ങിയെന്നും പറഞ്ഞ് നീട്ടി പോയതായിരുന്നു. പക്ഷേ ഇപ്പോൾ 8 ദിവസമായി. വല്ല മാറ്റം ഉണ്ടോ എന്നൊക്കെ രാവിലെ ഞാൻ നോക്കിയതിന് ശേഷമാണ് നമ്മൾ വെള്ളമൊക്കെ കുടിക്കുന്നത് കേട്ടോ. അപ്പോൾ വെയിറ്റ് എന്തായാലും നമുക്ക് ലാസ്റ്റ് കാണിക്കാവേ. അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് വെള്ളം, ഇളം ചുടുവെള്ളമാണ്, നല്ല രീതിയിൽ തന്നെ വെള്ളം കുറേശ്ശായിട്ട് ഇങ്ങനെ കുടിച്ചിരിക്കുന്നുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. വെയിറ്റ് ലോസ് ചലഞ്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇത് ഞായറാഴ്ച ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ മക്കളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ ഇതുമൂന്ന് ട്യൂഷൻ ഉണ്ട്. അപ്പോൾ വേഗം ഞാൻ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ നിന്നതാണ്. ഈ കുക്കറിൽ എന്താ വെച്ചാൽ നമ്മൾ ഉരുളക്കിഴങ്ങ് ബാജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ. ഇത് പിന്നെ അത്യാവശ്യം നല്ല ഒരു 4-5 കുക്ക് വിസിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പാലപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടാണ് ഇന്നലെ രാത്രി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ തേങ്ങയും ഈസ്റ്റൊക്കെ ഇട്ടിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് അവിടെ മാവ് അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ മാവ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാലപ്പം ഒരു എന്താ പറയുക, നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ രണ്ടും നമ്മൾ ഉരുളക്കിഴങ്ങ് വെന്തും ചെയ്തിട്ടുണ്ട്. അത് വേഗം വിൽക്കാൻ വെച്ചിട്ടാണ് ഞാൻ വെള്ളം കുടിക്കാൻ അങ്ങോട്ട് ഇരുന്നത് കേട്ടോ. അങ്ങനെ കുറേശ്ശായിട്ട് ഒരു സമാധാനത്തോടു കൂടി ഞാൻ വെള്ളം ഇങ്ങനെ കുടിക്കുന്നുണ്ട്. എനിക്ക് എന്തൊക്കെയോ ചെറിയ മാറ്റങ്ങളൊക്കെ ഇങ്ങനെ തോന്നുന്നുണ്ട്. ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ തടിക്കൊക്കെ ഒരു ആയാസവും ഒരു പിന്നെ തെളിവും മുഖത്തും ഒക്കെ ഒരു ഗ്ലോ വരലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ കുറച്ചൊരു പഞ്ചസാര കുറക്കുക, ചോക്ലേറ്റ്, മിഠായി, എണ്ണക്കടികൾ അങ്ങനത്തെ ഒക്കെ കുറേശ്ശെ കുറക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തിലും മുഖത്തും ഒക്കെ ഒരു മാറ്റം വരുമല്ലോ. എല്ലാത്തിനും ഒരു നമുക്ക് എന്താ പറയുക, ഒരു പിരിമുറുക്കത്തിനൊക്കെ ഒരു അയവ് വരുന്ന പോലെയൊക്കെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള സെറ്റപ്പൊക്കെ വരുന്നുണ്ട്. 8 ദിവസമല്ലേ ആയിട്ടുള്ളൂ, എന്നാലും നല്ല രീതിയിൽ എനിക്ക് തന്നെ ഒരു റിലാക്സ് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഞാൻ പിന്നെ നമ്മുടെ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് സ്റ്റൂവിലേക്ക് കടുവും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് റെഡി ആക്കുന്നുണ്ട്. ഇവിടെ മക്കൾക്ക് നല്ല ഇതുമൂന്ന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ഉരുളക്കിഴങ്ങിൻ്റെ ബാജി കേട്ടോ. അപ്പോഴേക്കും പാലപ്പത്തൊക്കെ ആകുമ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് ആവുമല്ലോ. കുരുമുളക് ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുത്ത് വേവിച്ചതാണ്. അപ്പോൾ കടുവും കറിവേപ്പിൻ്റെ ഇട്ട് വറ്റൽമുളക് ഉണ്ടെങ്കിൽ അതുകൂടിയിട്ട് തൂമിക്കാവുന്നതാണ്. എന്തായാലും ഞാൻ വറ്റമുളക് ഇല്ലാത്തതുകൊണ്ട് കടുകും കറിവേപ്പിൻ്റെ ഇല തൂമിച്ച് പിന്നെ ആ ഒരു അടുപ്പത്തേക്ക് തന്നെ നമ്മൾ അപ്പം ചുടാനുള്ള പാലപ്പച്ചട്ടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ തന്നെ മാവ് വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തിന്. ഇനി ഈസ്റ്റൊക്കെ ഇടുന്നതുകൊണ്ട് നമുക്ക് മാവ് വരാത്ത ഒരു ഡൗട്ട് എന്തായാലും അങ്ങനെ സംശയിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. ഇച്ചിരി ഈസ്റ്റ് ഇട്ടാൽ തന്നെ നല്ല രീതിയിൽ പൊങ്ങി വരുമല്ലോ അല്ലേ. അപ്പോൾ അത് ഞാൻ അങ്ങനെ ഓരോന്നായിട്ട് ചുടുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡിനും. പിന്നെ അതേമാതിരി ഇതുമൂനൊക്കെയാണ് കേട്ടോ. അപ്പോൾ മൂപ്പര് പറഞ്ഞു ഇതുമൂന് വേഗം കൊടുത്തയക്ക്, ഓളെ ഈ പറഞ്ഞേക്ക്, എനിക്കിപ്പോൾ വേണ്ട, ഓളെ ഫുഡൊക്കെ കൊടുത്ത് ഓക്കുള്ള പിന്നെ ലഞ്ച് ബോക്സൊക്കെ കൊണ്ടുപോകണ്ടേ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കുക, എനിക്കിപ്പോൾ വേണ്ടാന്ന് പറഞ്ഞ് മൂപ്പരവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നിട്ട് കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. ഇതും ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. മദ്രസക്കൊക്കെ വിട്ട് വന്നതാണ്. മദ്രസ ഇട്ട് വന്ന് ഡ്രസ്സൊക്കെ മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ശനി ഞായറും ഇങ്ങനെ ഈ ഒരു ട്യൂഷനും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കളർ ഡ്രസ്സുകൾക്കൊക്കെ ഒരു ഇളക്കം സംഭവിക്കുന്നുണ്ട് കേട്ടോ. ഒക്കെ ഇടുന്നുണ്ട്. പിന്നെ ആഴ്ചയിൽ എല്ലാ ദിവസവും സ്കൂളിലുള്ള ഒരു പോലെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഭയങ്കര ഒക്കെ ഈ ഞായറാഴ്ച ഇങ്ങോട്ട് ആകുമ്പോഴേക്കും ഭയങ്കര മടിയായിട്ട് പോകാൻ ഭയങ്കര ക്ഷീണമൊക്കെ വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട്. ഞാൻ പിന്നെ അത് മൈൻഡ് ചെയ്യാതെ ഏതായാലും ഒരു 3-4 മാസം പോയി നോക്കട്ടെ എങ്ങനെയുണ്ട്, നമുക്ക് മാറ്റം ഉണ്ടെന്ന് പറയണമല്ലോ ട്യൂഷന്. അപ്പോൾ ഏതായാലും നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് അവൾ എന്നോട് പറഞ്ഞത്. നല്ല മനസ്സിലാവുന്നുണ്ട് മെച്ചി, കാരണം അവൾക്ക് നല്ല രീതിയിൽ തന്നെ അവൾ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് പറയണത്. പക്ഷേ എക്സാം കഴിഞ്ഞാൽ നമുക്ക് അറിയുള്ളൂ എന്താണ് അവസ്ഥ എന്നുള്ളത്. ഏതായാലും കൊണ്ടുപോകാനും നമ്മളിന്ന് ഉരുളക്കിഴങ്ങ് തന്നെയാണ് കൊടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് പൊരിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ചിക്കൻ മസാലേൻ്റെ പൊടി മാത്രം, പിന്നെ ഉപ്പ് ഇട്ടിട്ട് ഇച്ചിരി അരിപ്പൊടി ഇട്ടിട്ടാണ് ജസ്റ്റ് ഒന്ന് കുഴച്ച് പൊരിക്കുകയാണ് ചെയ്യണത്. ഒക്കെ അധികം അതിന് എരിവാണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് ഒരു സംഭവമാണ്. കാരണം നമ്മൾ ചോറൊന്നും വെക്കുന്ന അപ്പും പിന്നെ ബാജിക്കറിയും പിന്നെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതുമാണ് ഇന്ന് ഫുഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കറിയും ഉരുളക്കിഴങ്ങ് തന്നെ പൊരിച്ചത് ഉരുളക്കിഴങ്ങ് തന്നെ ആയപ്പോൾ എനിക്കൊരു ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ വേറെ മുട്ടക്ക് ഭയങ്കര മടിയാണ്, പൊതുവേ മുട്ട കഴിക്കാൻ മടിയാണ്. അപ്പം ലഞ്ച് ബോക്സ് തുറക്കുമ്പോൾ മുട്ട കണ്ടാൽ അവൾക്ക് ദേഷ്യം വരില്ലായിരിക്കും. പിന്നെ ഇറച്ചി മീനൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. മീൻ ഇന്നലെ വാങ്ങിയത് കുറച്ച് ഫ്രിഡ്ജിലുണ്ട്. അത് പിന്നെ ഇന്നക്കത്തേക്ക് വൈകുന്നേരത്തേക്ക് ഇന്ന് ഉച്ചക്കത്തേക്ക്
ഉണ്ടാക്കണം. എന്തൊക്കെയാണ് ഞാൻ പറയുന്നത് അല്ലേ. ഏതായാലും ഞാൻ അതാ ഉരുളക്കിഴങ്ങ് കൂടി പൊരിച്ച് ലഞ്ച് ബോക്സ് പാക്ക് ആക്കുന്നുണ്ട്. അപ്പോൾ ഈ ആഴ്ച ഇപ്പോൾ ശനി ഞായർ മാത്രമല്ലേ വെച്ചിട്ട് ഞാൻ ടവലൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. അത് പൊതിയാനായിട്ട് ജസ്റ്റ് ഓക്ക് കൈയൊക്കെ തുടക്കാമല്ലോ എന്ന് വിചാരിച്ച് 2 പേപ്പറൊക്കെ കൊണ്ടൊക്കെ പൊതിഞ്ഞ് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അതൊക്കെ പൊതിഞ്ഞ് ഓളെ പറഞ്ഞയച്ച് മൂപ്പര് പോയിട്ടുണ്ട് ഓളെ കൊണ്ടാക്കാനായിട്ട്. അപ്പോൾ മൂപ്പര് മടങ്ങി വരുമ്പോഴേക്കും ഞാൻ മൂപ്പർക്കുള്ള അപ്പം ചുടാന്ന് വിചാരിച്ചത് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചുടാണ്. ഞാൻ കുറേ പറഞ്ഞു ഓളപ്പം കുടിച്ചോളി, ഓള് രണ്ടാളും ഒരുമിച്ച് കുടിച്ചോളി എന്ന് പറഞ്ഞു. പക്ഷേ വേണ്ട, ഓളെ കൊണ്ടാക്കി വന്നാൽ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ കുടിക്കാനെന്ന് പറഞ്ഞിട്ടാണ് മൂപ്പര് പോയത് കേട്ടോ. ഞാൻ വേഗം അപ്പം പിന്നെ കുറച്ച് കൂടുതൽ ചുട്ടു. അപ്പോൾ നീനുട്ടി എഴുന്നേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നോക്കി ഇനി ഇഞ്ചക്ഷൻ ചെയ്യാനൊക്കെ പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ഫുള്ള് അല്ല 2 ആൾക്കുള്ള അപ്പം ചുട്ടിട്ടുണ്ട് കേട്ടോ. നീനുട്ടി കാണാൻ മുട്ട പൊരിച്ചത് ഓക്ക് അത്യാവശ്യം ആൻറ്റിബയോട്ടിക് ആയതുകൊണ്ട് തന്നെ നല്ല ഫുഡ് വയറ് നിറച്ച് കഴിക്കണം, പോരാത്തതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ളതൊക്കെ കഴിക്കണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഡോക്ടർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 മുട്ട ഒന്ന് ജസ്റ്റ് ഉപ്പും കുരുമുളകും ഇട്ട് ഒരു എന്താ പറയുക കുചിച്ചാക്കി ഇട്ടതാണ് കേട്ടോ. ചെറിയൊരു രീതിയിൽ ഇങ്ങനെ എന്ന് പുഴുങ്ങാനും ഞാൻ വെക്കാൻ മറന്നതാണ്. അപ്പോൾ അവനെ മുട്ട പൊരിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ സെറ്റാക്കി 2 ആക്കുള്ളത്. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. ഇതുമൂനെ കൊണ്ടാക്കാൻ പോയിട്ട് പിന്നെ ഇതുവരെ എത്തിയിട്ടില്ല. മൂപ്പര് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ അങ്ങടിയിൽ നിന്ന് കണ്ടാൽ സംസാരിച്ച് നിൽക്കുന്നതായിരിക്കും. ഏതായാലും ഞാൻ ഈനുട്ടിക്കുള്ളതൊക്കെ വാരി കൊടുത്ത് ഞങ്ങൾ ഡ്രസ്സും ഇതൊക്കെ ആയിരിക്കാൻ മാറ്റട്ടെ, എന്നാൽ പിന്നെ വേഗം പോയി വെക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു 10 മണിക്കൂറെങ്കിലും ഡിഫറൻറ്റ് വേണം. രാവിലെ സൂചി വെച്ചിട്ട് വൈകുന്നേരം രാത്രി സൂചി വെക്കുന്നതിൻ്റെ ഗ്യാപ്പ് ഒരു 10 മണിക്കൂർ ഗ്യാപ്പ് വേണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പിന്നെ നമുക്ക് വേഗം വെച്ച് ഒരു 10 മണിക്കേ രാവിലെ വെക്കണം. ഇതുമൂന്നെ ഒരു 10 മണിക്കാണ് കൊണ്ടാക്കാൻ പോയത്. വരുമ്പോഴേക്കും ഞങ്ങൾ മാറ്റി റെഡി ആവട്ടെ എന്നൊക്കെ വിചാരിച്ചത്. നീനുട്ടിക്ക് ഇങ്ങനെ വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം യൂറിൻ ഇൻഫെക്ഷനാണ് ഓക്ക് ഉള്ളത്. അപ്പം പെട്ടെന്ന് മാറാൻ വേണ്ടിയിട്ട്, അതായത് അതിലുള്ള അണുക്കൾ പെട്ടെന്ന് അങ്ങോട്ട് നശിച്ച് കിട്ടുന്നില്ല. കുറേ കുറച്ചായിട്ട് ഭയങ്കര വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയായിട്ട് വെള്ളം കുടിക്കാൻ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ യൂറിൻ ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരുന്നൊക്കെ കുടിച്ചിട്ടും അതങ്ങോട്ട് മാറുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ചിലപ്പോൾ ഇഞ്ചക്ഷൻ ചെയ്താലേ മാറുള്ളൂ, അപ്പം അത് ചെയ്ത് നോക്കാം നമുക്കെന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തത്. ഏതായാലും പിന്നെ ഓൾക്ക് ഇഞ്ചക്ഷൻ വെക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പോരുന്നു, ഞാൻ അമ്മച്ചി എന്തിനാണ് പോരുന്നത്, ഈ വരുമ്പോൾ ഒക്കെ അമ്മച്ചിൻ്റെ പണിയൊക്കെ തീർക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും കേൾക്കുന്നില്ല കേട്ടോ. ഓക്ക് ഞാനും കൂടെ പോരണം. ഇപ്പോൾ ഒരു കയ്യുമ്മേൽ ഇപ്പോൾ ഈ വാച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്, ഈ ഇഞ്ചക്ഷൻ വെക്കുന്ന സൂനയൊക്കെ ഉള്ളതുകൊണ്ട് കുളിക്കാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. പിന്നെ വലത് കയ്യിലായതുകൊണ്ട് ബാത്റൂമിൽ പോകാനും കാര്യങ്ങൾക്കും ഒന്നും ബുദ്ധിമുട്ടില്ല. പക്ഷേ കുളിക്കാൻ തല തോർത്താനൊക്കെ നോക്കുമ്പോൾ ഞാൻ തല തോർത്തി തരാമെന്നൊന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് കുളിച്ചിട്ട് പോകാമെന്നൊക്കെയാണ് പറഞ്ഞത്. 5 ദിവസം വെക്കാനുണ്ട് കേട്ടോ ഈ ഒരു ഇഞ്ചക്ഷനും സംഭവങ്ങളൊക്കെ. ഓള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പിന്നെ പറഞ്ഞ് 5 ദിവസത്തെ ലീവൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഏതായാലും ഉള്ള 5 ദിവസം നമുക്ക് കിട്ടും. അങ്ങനെ ഏതായാലും മുടിയൊക്കെ വാർന്നു കൊടുത്തു. പിന്നെ ഇട്ട ടീഷർട്ടൊക്കെ ഒരു ജീൻസൊക്കെ കുത്തി കയറ്റിയതാണ് നമ്മൾ ഇഞ്ചക്ഷൻ ചെയ്യാൻ പോവാണ് കേട്ടോ. വെക്കുന്ന സമയത്ത് ഇത് ഭയങ്കര വേദനയാണ്. ഈ ഒരു ആൻറ്റിബയോട്ടിക് അങ്ങോട്ട് കയറ്റുന്ന സമയത്ത് ഭയങ്കര വേദനയാണ് കേട്ടോ. അല്ലാത്തപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വേദന ഇങ്ങനെയാണ്. അപ്പം ഞങ്ങൾ ഇറങ്ങായി ഒരു 10-10:30 ആയപ്പോൾ ഇറങ്ങായി. നല്ല ഭംഗിയുള്ള വാച്ചാണ്. പിന്നെ ഓളെ കുറച്ച് ഓവറാക്കി കൊള്ളാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും കൂടെ പോകണമെന്ന് ഈ നിർബന്ധം ഉള്ളതുകൊണ്ടാണ് ഈ കാറൊക്കെ എടുത്ത് ഇറങ്ങേണ്ട ആവശ്യം വരുന്നത്. കാരണം നമുക്ക് ഈ റോട്ടിൽ കൂടെ വണ്ടി ഓട്ടുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് അവളെ വീട്ടുമുറ്റത്ത് നിന്ന് റോട്ടിൽ എത്തുന്നതിൻ്റെ. നമ്മളെ ആ ഒരു ചെറിയൊരു പോക്കറ്റ് റോഡാണല്ലോ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് പോകാൻ. അത് കൂടെ ഇങ്ങോട്ട് പോരണമെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ നമ്മുടെ സിറാത്ത് പാലത്തുമ്മ കൂടെ പോകണ പോലെയാണ്. ഇങ്ങനെ അങ്ങോട്ട് വീട് ഇങ്ങോട്ട് തട്ടാൻ ഒരു ജസ്റ്റ് ഒന്ന് കാർ അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ മതിൽമേൽ തട്ടും. കുറേ ഉള്ളോട് പറഞ്ഞിട്ട് നോക്ക് എന്തായാലും വെച്ച് പോരണം, വെച്ചില്ലാതെ നീന് പോകില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെട്ടിട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ മോളാണെങ്കിലും ഇതും ആണെങ്കിലും ആ ഒരു പ്രശ്നമേ ഉണ്ടാവില്ല. ലപ്പച്ചിൻ്റെ അപ്പോൾ എല്ലാ കാര്യത്തിനും പോകട്ടോ. അപ്പോൾ മോളാണെങ്കിൽ ഐറൂൻ എൻ്റെ അടുത്ത് തന്നിട്ട് ഒക്കെ ഉള്ള എന്താവശ്യം ഇപ്പോൾ ഡോക്ടറെ കാണിക്കാനാട്ടെ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വാങ്ങാനാട്ടെ ഒളപ്പച്ചിൻ്റെ അപ്പോൾ പോകും. അതുപോലെ തന്നെയാണ് ഇതുമും എന്താവശ്യം ഉണ്ടെങ്കിലും ഒളപ്പിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ മുപ്പരപ്പോൾ പോയി എല്ലാ കാര്യങ്ങൾക്കും പോകും. പക്ഷെ എൻ്റെ നെയ്നോട്ട് അമ്മച്ചങ്ങോട്ടല്ല അതങ്ങോട്ട് പേരൻ്റെ വീട്ടിൽ നിന്ന് പുറത്ത് കണ്ടിട്ടുണ്ട് ഇറങ്ങൂല. അപ്പം ഉളപ്പച്ചിങ്ങ പറയൊക്കെ എന്തെങ്കിലും ജോലി കിട്ടിയിട്ട് എവിടേക്കെങ്കിലുമൊക്കെ പോവുകയാണെങ്കിലും കൂടെ പൊയ്ക്കൊണ്ടിരുന്നാണ് എന്നോട് എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞ് കളിയാക്കാറുള്ളത് കേട്ടോ. ഏതായാലും നമ്മൾ 10 മിനിറ്റ് കൊണ്ട് നമ്മുടെ ബ്ലഡല്ല ഈ ഇഞ്ചക്ഷനൊക്കെ ആൻറ്റിബയോട്ടിക്കൊക്കെ കയറ്റി കഴിഞ്ഞ് ഇന്നിതാ അതിൻ്റെ ഇഞ്ചക്ഷൻ്റെ ആ സംഭവം എടുത്തിട്ടുണ്ട്. കാരണം ഒക്കെ ചെറിയൊരു നല്ല വേദന, ചെറിയതല്ല നല്ല രീതിയിൽ വേദന മരുന്ന് കയറ്റുന്ന സമയത്ത്. അപ്പം അത് എടുത്ത് ഒഴിവാക്കുക, നമുക്ക് മാറ്റി കുത്താമെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു നീ രാത്രിയല്ലേ ഉള്ളൂ,
ഇനിയിപ്പോൾ രാത്രി എല്ലാ ഇഞ്ചക്ഷൻ വെക്കാനുള്ളൂ. അപ്പോൾ ഞാൻ എന്നാലും ഇപ്പോൾ ഇത് എടുത്ത് തന്നാൽ എനിക്ക് കുറച്ച് നേരം ഒന്ന് സമാധാനത്തിൽ നടക്കാമല്ലോ. പിന്നെ അത് മാത്രമല്ല, ഒന്ന് കുളിച്ചിട്ട് ഞാൻ രാത്രി വരാം, എന്നാൽ പിന്നെ കുളിയും കഴിയും, എന്നിട്ട് പിന്നെ വേണമെങ്കിൽ ഇഞ്ചക്ഷൻ്റെ അത് വെക്കാം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നല്ലൊരു നഴ്സുമാരാണ് കേട്ടോ ഈ ഒരു ഷാമിയ മെഡിക്കൽ ക്ലിനിക്കിലുള്ളത്. ഭയങ്കര ഒരു നമുക്കൊരു ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് എന്ത് പറയാനും ചോദിക്കാനൊക്കെ പറ്റുന്ന ഒരു ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന പെൺകുട്ടികളാണ് അവിടെ ഉള്ളത്. നമ്മളെല്ലാ ഹോസ്പിറ്റലിലും അങ്ങനെ കാണാറില്ല. ചില നഴ്സുമാർക്കൊക്കെ ഡോക്ടർമാരെ കാണാൻ വലിയ ജാടയാണ് നമ്മൾ കാണാറുള്ളത് അധികം ഹോസ്പിറ്റലിൽ. ഇവിടെയുള്ള കുട്ടികളൊക്കെ ഒരു അടിപൊളിയിട്ട് നമ്മൾ തന്നെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ പോലും നമ്മളോട് ബിഹേവ് ചെയ്യുന്നുണ്ട്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇവിടെ നമ്മൾ അരീക്കോട് തന്നെ കേക്ക് സ്റ്റുഡിയോൻ്റെ ഒക്കെ താഴെയായിട്ടാണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത്. എല്ലാവർക്കും അറിയുന്നതാവും, ഇനി അറിയാത്തവരുണ്ടെങ്കിൽ കേട്ടോട്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ വീട്ടിലെത്തി. നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും വാങ്ങാനുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയതാ നേരെ എത്തി. എനിക്കൊരു നല്ലൊരു ചായ കുടിക്കണം. ഞാൻ രാവിലെ മുതൽ ഇതുവരെയായിട്ടൊന്നും കഴിച്ചിട്ടില്ല, വെള്ളം മാത്രം കുടിച്ചിട്ടുള്ളൂ. നമ്മുടെ വാട്ടർ ബോട്ടിൽ ഇപ്പം നീനൂട്ടിൻ്റെ കയ്യിലാണ് കേട്ടോ. പോയി ഓക്ക് കൊടുത്തിക്കണം. കാരണം ഓക്ക് മിനിമം 4 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ മുതൽ ഉച്ച ആകുമ്പോക്കിന് ആ വാട്ടർ ബോട്ടിലത്തെ വെള്ളം ഫുള്ളും കുടിക്കണം. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ നിറച്ച് കൊടുത്തിട്ട് രാത്രി ആകുമ്പോക്കിന് ഫുള്ളും കുടിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമുക്കൊരു കറക്റ്റ് ലിറ്റർ എത്ര കുടിക്കുന്നുണ്ട് എന്ന് കിട്ടുമല്ലോ. അങ്ങനെ ഓളെടുത്താണ് ഇപ്പം ആ ഒരു വാട്ടർ ബോട്ടിൽ. അതുകൊണ്ട് ഞാനിപ്പോൾ ഈ കപ്പിലാണ് കേട്ടോ കുടിക്കാറുള്ളത്. പിന്നെ ഞാൻ ആ വന്ന പാടെങ്കിൽ ഭയങ്കര വിശപ്പ് കേട്ടോ. കുറേ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി വന്നതല്ലേ. അപ്പം നല്ലൊരു കപ്പ് ചായ ഉണ്ടാക്കി ഒരു പഴത്തിൻ്റെ പകുതിയാണ് ഞാൻ കഴിച്ചത്. അപ്പോൾ അതും കൂട്ടിയാണ് ഇന്ന് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച് എന്നൊക്കെ പറയാം. കാരണം സമയം 12 മണിയായിട്ടുണ്ട്. ലഞ്ചാണോ എന്ന് ചോദിച്ചാലല്ല, ബ്രേക്ക്ഫാസ്റ്റ് ആണോ എന്ന് ചോദിച്ചാലും അല്ല. ആ ഒരു സമയത്താണ് നമ്മൾ കഴിക്കുന്നത്. എനിക്ക് നല്ല തലവേദനയൊക്കെ ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു ചായ കുടിക്കാത്തതുകൊണ്ടും ഫുഡ് കഴിക്കാത്തതുകൊണ്ടൊക്കെ. അപ്പോൾ ഇതാണ് ഒരു 12 മണിയായപ്പോൾ നല്ലൊരു കപ്പ് ചായ കുടിച്ചു. ഇത്തിരി മധുരം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ സമയം 12 മണി ആയിട്ടുണ്ട് കേട്ടോ. 12 മണിക്ക് ആ ഒരു സമയത്താണ് നമ്മൾ ഇന്നത്തെ ഒരു ഫുഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ വിചാരിച്ച് ചെയ്യണതല്ല. നമ്മൾ 9 മണി 10 മണിക്ക് കഴിക്കാം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോരോ തിരക്കുകളുണ്ട്. 12 മണിക്ക് 15 മിനിറ്റ് ഉള്ളൂ. ഈ സമയത്താണ് നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരുപാട് പണികൾ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. രാവിലത്തെ എന്താ പറയുക പടപട കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയതാണ്. ഇനി ഉച്ചക്കത്തേക്കുള്ള വലിയൊരു പണികൾ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്തവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിലാക്സ് ആയിട്ട് ആസ്വദിച്ച് നമ്മുടെ ചായ കുടിച്ചതിന് ശേഷം കിച്ചണിക്ക് എത്തിയത്. വേഗം തന്നെ ചോറിന് വെള്ളം വെച്ചു. അരി അങ്ങോട്ട് ഇട്ടു, അത് വേവട്ടെ എന്ന് വിചാരിച്ച്. ഇന്നിപ്പോൾ ഗീ റൈസ് ഒന്നല്ല, നോർമൽ നമ്മൾ സാധാ ചോറാണ്. അപ്പോൾ അത് അരിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ മീൻ ഞാൻ പോണതിന് മുന്നേ ഫ്രീസറിന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ പോയപ്പോൾ വാങ്ങിയതാണ്. അത് നമ്മൾ ഫ്രീസർക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോണ സമയത്ത് ഞാൻ വെള്ളത്തിലിട്ട് പോയതുകൊണ്ട് ഒക്കെ ഐസൊക്കെ പോയി റെഡിയായി നിൽക്കുന്നുണ്ട്. ഇനി നമുക്കത് വേഗം കട്ട് ചെയ്ത് എന്താ വെച്ചാൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കട്ടെ. ഈ ഒരു മീനിൽ മുട്ട അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കറി ഉണ്ടാക്കുമ്പോൾ അതിൽ കിട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ എനിക്ക് എന്തോ ഒരു സുഖം കിട്ടിയില്ല. പിന്നെ ഞാനത് ഒഴിവാക്കിയിട്ട് എനിക്കറിയില്ല അത് നല്ലതാണോ എന്നൊക്കെ ഉള്ളത്. ഇതിൽ കുറച്ച് തലയും വാലിൻ്റെ ഭാഗമൊക്കെ ഉണ്ട്. അപ്പോൾ അതും മത്തിയും കൂടി ഇട്ടിട്ട് അടിപൊളിയായിട്ട് അങ്ങോട്ട് മീൻ മുളകിട്ട് വെക്കാം. പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ പൊരിക്കാം. ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്ലാന്. അങ്ങനെ വേഗം അത് മത്തി ഒരു 4-5 എണ്ണല്ലേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് കഴിഞ്ഞു. മറ്റേ കഷ്ണമീനും ഞാൻ നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് രണ്ടും കൂടി അവിടെ ഊറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലുള്ള സംഭവങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുത്ത് വെക്കാനുണ്ട്. ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, തക്കാളി ഒക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് തൊലിച്ചിട്ട് ചതക്കണം. നമുക്ക് ചതക്കാനുള്ളതൊക്കെ ചതക്കണം. അതിനിടയ്ക്ക് ചോറ് ഇങ്ങനെ വെന്തണോ എന്നൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു സമയത്താണ് മോള് വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഓള് വരുന്നുണ്ട്. പിന്നെ മോളിൻ്റെ ഹസ്ബൻഡിന് അരീക്കോടുക്ക് വരേണ്ട ആവശ്യമുണ്ട്. ഇവിടെ എന്തോ ഫുട്ബോളിൻ്റെ എന്തൊക്കെയോ പരിപാടിയായിട്ട് അരീക്കോടുക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഓളും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഉച്ചക്കത്തേക്കുള്ള ചോറ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അരി അങ്ങോട്ട് ഇട്ടിട്ടല്ലോ. അപ്പോൾ വെറും ചോറ് ആണ് ഇന്ന് ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം നമ്മളൊക്കെ എല്ലാവരും പുതിയ പിള്ളേർ നമ്മൾ മിരക്കിൾ വരുമ്പോൾ എന്താ ഉണ്ടാക്കുക, നമ്മളല്ല ബിരിയാണി, നെയ്ച്ചോറ് അങ്ങനെയൊക്കെയല്ലേ ഉണ്ടാക്കാം. എൻ്റെ മരുമകനല്ല ഓന് ബിരിയാണി നെയ്ച്ചോറൊക്കെ കാണുന്നതിലേറെ സന്തോഷമാണ്. വെറും ചോറ്, ചീരൻ്റെ ഇല താളിച്ചത്, മീൻ വറുത്തത്, ഇറച്ചി വരട്ടിയത്, വെറും ചോറാണ് കൂടുതൽ ഇഷ്ടം. അധികം എന്താ വെച്ചാൽ ഉണ്ടാക്കിയാൽ അതാണ് മോനിഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അതുകൊണ്ട് എനിക്കൊരു ടെൻഷനില്ല. അല്ലാതെ ഞാൻ വെറും ചോറാണല്ലോ വെച്ചത് എന്നുള്ള ടെൻഷൻ എനിക്കില്ല. ഞാൻ വേഗം മീൻകറിയൊക്കെ ഉണ്ടാക്കി. നല്ല അത്യാവശ്യം നല്ല നീട്ടി തന്നെ മീൻകറി ഉണ്ടാക്കി. പിന്നെ മീൻ വറുത്തും ചെയ്തു.
ബാക്കി നമ്മൾ ഉപ്പേരി വെക്കാൻ വെണ്ടക്ക ഉപ്പേരിയായിട്ട് വെണ്ടക്ക ഉപ്പേരി എൻ്റെ മെരുവിൻ്റെ പേര് കുട്ടിക്കുണ്ട് ഐറൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വെണ്ടക്ക ഉപ്പേരിയൊക്കെ വെച്ച് അതിങ്ങനെ പൊറുക്കി തിന്നുകൂടെ നടക്കും. നമ്മൾ കുറച്ച് കൂടുതൽ ചെറിയ ഉള്ളിയും വലിയുള്ളിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് അത്യാവശ്യം കൂടുതൽ ഇട്ടതുകൊണ്ട് കറി കുറച്ച് കുറുന്നനാവാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. മുളക് പൊടി മാത്രം കുറച്ചിട്ടിട്ട് സെറ്റാക്കി. ഏതായാലും മീൻ കറിക്ക് പുളിയൊക്കെ ഒഴിച്ച് വെച്ച് തിളക്കാൻ വെച്ച സമയത്ത് ചോറ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം ചോറ് കൂറ്റി വെക്കുക കേട്ടോ. നമുക്ക് മാത്രമുള്ളത് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു ഓന് തികയോ എന്നുള്ളത്. പിന്നെ ആ ടെൻഷൻ വെറുതെ ആയിരുന്നു കേട്ടോ. എല്ലാവരും വെച്ച് പോയിട്ടും ബാക്കി ഒരുപാടുണ്ടായിരുന്നു. എന്നാലും ഞാൻ ചോറ് അങ്ങനെ ഊറ്റി വെച്ച് പിന്നെ നമ്മൾ വെണ്ടക്ക ഇവിടെ പിന്നെ കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് അരിഞ്ഞ് വെക്കാമെന്ന് കരുതി. പിന്നെ മീനിൻ്റെ വെള്ളം ഉണ്ടല്ലോ, നമ്മൾ പുളി പാർന്നിട്ട് അത്യാവശ്യം കുറച്ച് നേരം തിളക്കുമ്പോഴാണ് എനിക്ക് ടേസ്റ്റ് കൂടുതൽ തോന്നാറുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 5 മിനിറ്റ് തിളക്കട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ സമയം കൊണ്ട് വെണ്ടക്ക വേഗം ചെറുതാക്കി അരിഞ്ഞ് വെച്ചു. അരിഞ്ഞപ്പോഴേക്കും നമ്മുടെ പുളിവെള്ളം ഒരു മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം നല്ല രീതിയിൽ തിളച്ച് മറിഞ്ഞ് സെറ്റായി കിടക്കുന്നുണ്ട്. പിന്നെ അധികം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ മീനൊക്കെ ഇട്ട് കൊടുത്തു, മത്തി ഇട്ട് കൊടുത്തു. പിന്നെ കഷ്ണമീനിൻ്റെ ആ തല വാല് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് റെഡിയാക്കുകയാണ്. ഇനി ബാക്കിയുള്ളത് മസാല തേച്ച് വെക്കണം. ഇത് ഇട്ടതിന് ശേഷം നന്നാക്കി ഇളക്കി പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെന്തതിന് ശേഷം കറിവേപ്പില അങ്ങോട്ട് ഇട്ട് കൊടുത്ത് അടച്ച് വെച്ച് അങ്ങോട്ട് സെറ്റാക്കാറാണ്. അപ്പോൾ കുറച്ച് നാമച്ച് നോക്കുമ്പം ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അപ്പോൾ ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മളിതാ ഏറ്റവും ലാസ്റ്റ് കറിവേപ്പില ഇട്ടു, കുരുമുളക് പൊടി ഒന്ന് ഇട്ട് കൊടുത്ത് തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി അത് അടച്ച് വെച്ച് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ആ അടുപ്പത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ വെണ്ടക്ക വെക്കാനുള്ള ചട്ടിയാണ് ഞാൻ അടുപ്പത്ത് വെച്ചത്. പിന്നെ വെണ്ടയ്ക്കൊക്കെ വേവിച്ച് സെറ്റാക്കി. പിന്നെ മീൻ ഇനി വറുത്താൽ നമ്മുടെ പണി തീർന്നു കേട്ടോ. ഓല് വരുമ്പോഴേക്കും നമുക്ക് വേഗം പണിയൊക്കെ തീർക്കുകയാണ്. കാരണം നമുക്ക് ഐറൂസ് വരികയല്ലേ, കുറേ ദിവസത്തിന് ശേഷം ഐറൂസ് വരുന്നതാട്ടോ. അപ്പോൾ അവനൊക്കെ നമുക്ക് കളിപ്പിക്കണ്ടേ, നമുക്ക് കുറച്ച് നേരം അവൻ്റെ ഒപ്പം സമയം സ്പെൻഡ് ചെയ്യണമല്ലോ. അത് വിചാരിച്ച് ഞാൻ വേഗം പണിയൊക്കെ തീർക്കുകയാണ്. അതിനൊപ്പം തന്നെ ക്ലീനിങ് പരിപാടി അങ്ങ് നടക്കുന്നുണ്ട് കേട്ടോ. പാത്രങ്ങളൊക്കെ ആവണതൊക്കെ ഞാൻ അപ്പം തന്നെ ക്ലീൻ ചെയ്യാണ്. ഏകദേശം ഇവിടെ എത്താനായപ്പോൾ മോള് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങളെപ്പോൾ എടുത്തിട്ട് അമ്മച്ചി ചോറൊക്കെ വിളമ്പി വെക്ക്. ഓളെ ഹസ്ബൻഡിന് നിൽക്കാൻ തീരെ സമയമില്ല, കാരണം സ്കൂളിൽ അവിടെ എല്ലാവരും വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗത പ്ലേറ്റും കാര്യങ്ങളൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചൊക്കെ വിളമ്പി വെക്കുകയാണ് കേട്ടോ. പിന്നെ നല്ലൊരു ചായയും ഉണ്ടാക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കണത് ഞാൻ അങ്ങനെ ഓരോന്ന് കൊണ്ടുവച്ചപ്പോക്കിന് അവർ വരുന്നുണ്ട്. പിന്നെ മീൻകറിയും കാര്യങ്ങളൊക്കെ ആ പാത്രത്തിലാക്കിയിട്ട് അത് എടുത്തത് മത്തിയാണ് ഞാൻ കൂടുതൽ എടുത്തത് കേട്ടോ. കാരണം ഓന് ആ കഷ്ണമീനെങ്ങാണ് ഇഷ്ടം, ചെറിയ മീനാണ്, മത്തി മീനാണ് ഇഷ്ടം. അപ്പോൾ അതും പിന്നെ ഉപ്പേരി മീൻ പൊരിച്ചതും വേറൊരു പാത്രത്തിലാക്കിയിട്ട് അങ്ങനെ എടുത്തു. അങ്ങനെയൊക്കെ മേശപ്പുറത്ത് കൊണ്ടുവച്ചപ്പോൾ ഇത് അവരെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പന്തളിൻ്റെ സംഭവം ആയതുകൊണ്ട് മോളുടെ ഹസ്ബൻഡ് ജേഴ്സി ടീഷർട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഐറൂസ് ഓടി വന്ന് കാണുന്നത് അതിൻ്റെ അടുത്തേക്ക് ബിസ്ക്കറ്റൊക്കെ കാട്ടി തരുന്നുണ്ട് കേട്ടോ. ഇനി ഇതും മൂടെന്ന് ചോദിച്ച് ആകെ നടക്കുന്നുണ്ടായിരുന്നേ. പിന്നെ നീനുവിനെ കണ്ടപ്പോൾ ഒരു സന്തോഷമായി, നീനുവെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇതും മൂടെന്ന് ചോദിച്ചപ്പോൾ ഇതും ഉക്കുക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഓൻ അറിയാം കേട്ടോ ഉക്കുക്ക് പോയി എന്നൊക്കെ. എന്തായാലും മോളുടെ ഹസ്ബൻഡ് വേഗം ഇരുന്നിട്ടുണ്ട് കേട്ടോ. ഓൻ ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ വീഡിയോ എടുത്തങ്ങോട്ട് ഇടങ്ങാറാക്കണ്ടെന്ന് കരുതിയിട്ട് ഞാൻ ക്യാമറ അങ്ങോട്ട് മാറ്റി വെച്ചു. ഓൻ ഫുഡ് കഴിച്ച് അപ്പം തന്നെ പോയി കേട്ടോ. പിന്നെയാണ് ഞങ്ങളൊക്കെ ഇരുന്നത്. പിന്നെ അതാ മോളും നീനും ഒക്കെ ഇരുന്ന് വർത്തമാനം പറഞ്ഞ് ഫുഡ് കഴിക്കുകയാണ്. സത്യം പറയില്ല, പിന്നെ ആ സമയം ഭയങ്കര ഒരു ഐറൂസും ഒക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര പടപടിയും ഭയങ്കര ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ എന്താ കഴിച്ചതെന്ന് വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. ഒന്നാമത് നീനുവിന് വാരി കൊടുക്കുകയാണ്. ഓള് പറഞ്ഞു നോക്കും പിന്നെ ചോറ് വേണ്ട അപ്പം മതി എന്ന് പറഞ്ഞു. ഓക്ക് ഒന്നാമത് ഹോസ്റ്റലിൽ നിന്ന് ചോറ് കഴിച്ച് മത്തുണ്ട്. നോക്ക് വെറും ചോറ് കാണുന്നതിന് ഇഷ്ടമില്ലാതായിട്ടുണ്ട് കേട്ടോ. അവിടെ എപ്പോഴും ഒരു വലിയൊരു ചെമ്പട്ടി നിറച്ച് ചോറ് കൊണ്ട് വെക്കും. അത് കണ്ട് ഇപ്പം എനിക്ക് ചോറ് കാണുന്നത് തന്നെ ഇഷ്ടമല്ല മെച്ചെന്നും പറഞ്ഞ്. അപ്പം ഞാൻ നോക്കും പിന്നെ രാവിലത്തെ നമ്മുടെ വലപ്പല്ലേ അതങ്ങോട്ട് ഒരു 3-4 ചുട്ട് കൊടുത്തു. ഐറൂസിനും കൊടുത്തു, മോളുവിന് ഒരു അപ്പം കൊടുത്തു കേട്ടോ. പിന്നെ അപ്പോഴേക്കും മാവ് കഴിഞ്ഞു. മോളുവിന് മുഴുവനാക്കി കൊടുക്കാൻ പറ്റിയില്ല. പിന്നെ കാര്യമായിട്ട് ആ ചോറും പിന്നെ മുട്ട പൊരിച്ചതും അങ്ങനെയൊക്കെ കഴിച്ചത് കേട്ടോ. ഏതായാലും ഞാൻ പിന്നെ രാവിലത്തെ ഒരു അപ്പം തിന്നിട്ടുണ്ടായിരുന്നു, ഒരു മുട്ട പൊരിച്ചതും കഴിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് മീൻ പൊരിച്ചതൊക്കെയാണ് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ
സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാനും ഞാൻ മറന്നു പോയതാ കേട്ടോ. മോളിനോടും നീനിനോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ ഇരുന്നിട്ട് മറന്നുപോയി. കുറേ ആയിട്ട് വന്നപ്പോൾ ഭയങ്കര നമുക്ക് അതുപോലെ പിന്നാലെ നടക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. വീഡിയോ എടുക്കുന്നത് ജസ്റ്റ് ഒന്ന് കുറച്ച് നേരം വിട്ടുപോയി. പിന്നെ ഞങ്ങൾ തിരക്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐറൂന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടിട്ട് ഓൻ്റെ കാലുമ്മൽ ഇങ്ങനെ നഖം കണ്ടപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ പുറത്തുനിന്ന് ഇങ്ങനെ പിന്നെ ഫുഡ് കൊടുത്തപ്പോൾ വേഗം വേഗം ഫുഡ് കഴിക്കുന്നുണ്ട്. കുറേ കാക്കച്ചിനെയും പൂച്ചനെയൊക്കെ കണ്ടപ്പോൾ പെട്ടെന്ന് കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വൈകുന്നേരം എന്തൊക്കെയോ കൊണ്ടുവന്നിട്ട് മുട്ടായും ഇതുമൂലം കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോൾ മുട്ടായും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ തിന്നിങ്ങനെ നടക്കുകയാണ്. വൈകുന്നേരം പിന്നെ ഞങ്ങളെല്ലാവരും ചായ ഉണ്ടാക്കിയിട്ട് റസ്ക് ഉണ്ടോ ഇതും വന്നതിന് ശേഷം ഞാൻ ചായക്ക് കടി കൊണ്ടുവരാൻ പറഞ്ഞപ്പം നീനൂട്ടിയാണോ ഓക്ക് പിന്നെ ഉള്ളിവട മതിയാണ്. അപ്പോൾ ഇവിടെ പോയി നോക്കിയപ്പോൾ ഞങ്ങളെ പിന്നെ നമ്മളെ അടുത്തുള്ള മാനപ്പാൻ്റെ ചായക്കടയിൽ പോയപ്പോൾ ഉള്ളിവട അല്ല പഴംപൊരി മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വാങ്ങിയില്ല. പിന്നെ റിസ്ക് വാങ്ങി. നീനൂട്ടിക്കാണെങ്കിൽ ലേസും വാങ്ങിയിട്ടോ. നീനൂട്ടിയുടെ ലേസ് കഴിക്കുന്നുണ്ട്, മോളും ഓരോ പീസൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ റിസ്ക്കും ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഓൽക്കൊക്കെ കൊടുത്തു. ഞാനിതാ കുടിച്ചിട്ടുള്ളത് ഈ ഒരു കപ്പ് ചായയും അധികം ഒരു 2 റിസ്ക്കും കൂട്ടിയിട്ടാണ് ഇന്ന് വൈകുന്നേരം നമ്മൾ ഫിനിഷ് ചെയ്തത്. ഒരു 5:30-6 മണി ആ ഒരു സമയത്തിനുള്ളിൽ തന്നെയാണ് നമ്മൾ ഫുഡ് കഴിച്ച് നിർത്തിയത് കേട്ടോ. എപ്പോഴും ആ ഒരു സമയത്ത് തന്നെയാണ് നിർത്താറുള്ളത്. രാത്രി കഴിക്കാതെ എന്നാൽ തന്നെ നമുക്ക് നല്ല മാറ്റമുള്ളത് പോലെയൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. എന്തായാലും വെയിറ്റ് ചെയ്യാൻ ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. നീനുട്ടി അത് അവിടെ ബെഡിൽ നിന്ന് കഴിക്കുന്നുണ്ട്, മോള് ഇത് അവിടെ സോഫയിൽ നിന്ന് കഴിക്കുന്നുണ്ട്, ഐറൂസ് അവൻ്റെ ഉപ്പച്ചിൻ്റെ ഒപ്പം അങ്ങനെ പിന്നാലെ നടന്ന് കഴിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെ ഇന്നങ്ങടെ നിർത്തി. ഐറൂസ് കണ്ടോ ഉപ്പച്ചിൻ്റെ ചായക്കപ്പിൽ മുക്കിയിട്ട് അധികം റിസ്ക് അങ്ങോട്ട് വീണു. ഏതായാലും ഞാൻ വെയിറ്റ് കാണിക്കാം, വെയിറ്റ് എത്രയുണ്ടെന്ന് കണ്ടിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഇന്നത്തെ വെയിറ്റ് 102.25 അപ്പോൾ ഒരാഴ്ച കൊണ്ട് കറക്റ്റ് 3 കിലോനാണ് കുറഞ്ഞിട്ടുള്ളത്. 105.2 എന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 കിലോ ഒരാഴ്ച കൊണ്ട് കുറക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പോഴത്തെ ഈ ഒരു ആഴ്ചത്തെ വെയിറ്റ് നമ്മൾ നോക്കാൻ പാടില്ല. നമ്മൾ വാട്ടർ വെയിറ്റ് നീര് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകുന്ന ഒരാഴ്ചയാണ്. അത് നമുക്ക് കണക്കിലെടുക്കാൻ പറ്റൂല. നമുക്ക് അടുത്ത ആഴ്ച ഇതേപോലെ തന്നെ ഫുഡ് കഴിച്ചിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു സ്റ്റക്ക് ആവലുണ്ടാവും. ആ സമയം നമുക്ക് നമ്മുടെ ഫുഡിലൊക്കെ അങ്ങോട്ടൊക്കെ ചേഞ്ച് വരുത്താം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ 103.7 ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് തന്നെ 1.5 കിലോ കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ 3 കിലോനാണ് കേട്ടോ കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെയാണ് അവസ്ഥ എന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യണം. ഈ ആഴ്ച നമുക്ക് എന്തായാലും ഇത്ര കുറയും. കാരണം നമുക്ക് കാലുമേലും കൈമേലും എനിക്ക് കുറേശ്ശെ കാൽമേലൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് നീരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമുക്ക് ഈ വെയിറ്റ് ലോസ് ചെയ്യുമ്പം ഒരു ഉപകാരം എന്താ വെച്ചാൽ അതൊക്കെ ഇങ്ങോട്ട് പോകും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മാറ്റമാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.